പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അത് ശരിക്കും എന്നെ ഞെട്ടിച്ചു. ബന്ദിപ്പൂർ വനമേഖലയിൽ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങി കാട്ടാനകളുടെ ചിത്രമെടുത്തിരുന്ന യാത്രികരെ ഒരു കാട്ടാന ആക്രമിക്കാനായി ഓടിക്കുന്ന ദൃശ്യമായിരുന്നു അത്. ഒരാൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാം. യഥാർത്ഥത്തിൽ ആനയുടെ കാൽച്ചുവട്ടിലായി പോയതാണ് അയാൾ. ഉരുണ്ട് നീങ്ങിയതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന വനപാതകളിൽ വാഹനങ്ങൾ നിർത്തുകയോ പുറത്തിറങ്ങുകയോ ചെയ്യരുതെന്ന് കർശനമായ നിർദ്ദേശമുള്ളതാണ്. എന്നിട്ടും കാട്ടാനയുടെ പടമെടുക്കാൻ ഇറങ്ങിത്തിരിച്ച ഈ രണ്ടുപേരെക്കുറിച്ച് നമ്മൾ എന്താ പറയുക? വനപാതയിൽ ഉടനീളം ഇത് സംബന്ധിച്ച് ഒരുപാട് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ അപകടമുണ്ട്, പുറത്തിറങ്ങാൻ പാടില്ല. പക്ഷേ ഇതൊന്നും ചില യാത്രികർക്ക് ഒരു വിഷയമേ അല്ല. കാട്ടാനയ്ക്ക് നല്ല വിവരമുണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇന്നലെ വിവരം അറിഞ്ഞേനെ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാട്ടുപോത്തിനെയും ആനകളെയും ഒക്കെ കണ്ടാൽ നിരത്തിലിറങ്ങി നിന്ന് പടമെടുക്കും, ലോകത്തെ ആദ്യത്തെ ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ ജീവൻ വെച്ചുള്ള ഒരു കളിയാണ് നമ്മൾ നടത്തുന്നത്. കാട്ടാനെ പ്രകോപിപ്പിച്ചാൽ കാട്ടാൻ തീർച്ചയായിട്ടും ചവിട്ടി കൂട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സമൂഹ മാധ്യമങ്ങളിൽ ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് കിട്ടുന്ന ഏതാനും ലൈക്കുകൾക്കപ്പുറമാണ് നമ്മുടെ ജീവിതം എന്ന് ഈ അഭ്യാസികൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വനപാതകളിൽ വാഹനം നിർത്തുന്നത് കുറ്റകരമാണെന്നും അത് കണ്ടെത്തിയാൽ വലിയ പിഴ നൽകേണ്ടി വരുമെന്നും അറിയാതെയല്ല ഈ ഫോട്ടോ എടുപ്പുകാർ പുറത്തേക്ക് ഇറങ്ങുന്നത്. പക്ഷേ ഈ തോന്നിയാസത്തിന് ജീവൻ തന്നെ ചിലപ്പോൾ പിഴയായി നൽകേണ്ടി വരുമെന്ന് പലരും തിരിച്ചറിയുന്നില്ല. ഒരു നിമിഷം മതി ആനയുടെ കാൽച്ചുവട്ടിൽ നിങ്ങൾ ചതഞ്ഞരയാൻ. അതുകൊണ്ട് സഞ്ചരിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത്, നിയമങ്ങൾ നിങ്ങൾ പാലിക്കുക. പാതകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ വന നിയമങ്ങൾ കർശനമായി പാലിക്കാൻ ശ്രമിക്കുക.